കഴിഞ്ഞ ദിവസമാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. ഈ യൂണിയൻ ബജറ്റ് അങ്ങേയറ്റം യുവജന വിരുദ്ധമായിട്ടുള്ള, കേരളത്തോട് വലിയ അവഗണന കാണിച്ചിട്ടുള്ള ഒരു ബജറ്റാണ്. വലിയ പ്രതിഷേധമാണ് ഇതിൻ്റെ ഭാഗമായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പൊതുവിൽ കേരളത്തിൽ നിന്ന് ശക്തമായി ഉയർന്നു വന്നിട്ടുള്ളത്. യൂണിയൻ ബജറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഫെഡറലിസം എന്ന സങ്കല്പത്തെ അംഗീകരിച്ചുകൊണ്ടാവണം അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ശക്തമായ കേന്ദ്രവും സുസ്ഥിരമായ സംസ്ഥാനവും എന്ന സങ്കല്പത്തെ നിരാകരിച്ചുകൊണ്ട് BJP ഇതരമായിട്ടുള്ള ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളോട് കൊടിയ അവഗണനയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യുവജന വിരുദ്ധതയാണ്. ഇപ്പോൾ എക്കണോമിക് സർവേ പ്രകാരം തൊഴിലില്ലായ്മ എന്നത് രാജ്യത്ത് ശക്തമാണ് എന്നാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ ശക്തമായ തൊഴിലില്ലായ്മ ഉണ്ട് എന്ന് രാജ്യത്തിന് ഭരണാധികാരികൾക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ വലിയ വാഗ്ദാനങ്ങൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലെന്താ പ്രധാനമായും പറയുന്നത്? ഇത്ര ലക്ഷം ആളുകൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കും എന്നാണ്, ഇന്റേൺഷിപ്പ് കൊടുക്കും എന്നാണ്. യഥാർത്ഥത്തിൽ സ്ഥിരം തൊഴിലാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ആവശ്യം. അപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ എക്കണോമിക് സർവേയിലെ റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ വലിയ അപകടത്തിലേക്ക് രാജ്യം പോകുമ്പോൾ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കേണ്ട ഇന്ത്യയിലെ ഭരണ സംവിധാനം തൊഴിലിന് പകരം ഇന്റേൺഷിപ്പും സ്റ്റൈപ്പൻഡും കൊടുക്കുന്നത് അവരോടുള്ള വെല്ലുവിളിയാണ്. ആ തൊഴിലില്ലായ്മ ഉയർത്തി സമരം ചെയ്യുന്ന ആളുകളെ പരിഹസിക്കലാണ്. ഇത് തിരിച്ചറിയാൻ നമ്മുടെ നാട് തയ്യാറാവണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. പ്രതിവർഷം 2 കോടി തൊഴിൽ, അതായിരുന്നു മോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇപ്പോൾ 2 കോടി തൊഴിൽ 5 വർഷം കൊണ്ട് 10 കോടി, 10 വർഷം കൊണ്ട് 20 കോടി. പക്ഷേ 20 കോടി പോയിട്ട് 20 ലക്ഷം ആളുകൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി അവർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 9.4 രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ കുതിച്ചുയർന്നിരിക്കുകയാണ്. സർക്കാരിൻ്റെ തന്നെ വിവിധ ഏജൻസികൾ നേരത്തെ വളരെ സത്യസന്ധമായിട്ട് ഈ തൊഴിലില്ലായ്മ ഉൾപ്പെടെ രേഖപ്പെടുത്തി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പല വിവരങ്ങളും അവർ പുറത്തു കൊടുക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പല ഘട്ടങ്ങളിലും പൂഴ്ത്തിവെക്കുകയാണ്. ലഭ്യമായ കണക്കുകളനുസരിച്ച് ഒഴിവുകൾ ലക്ഷക്കണക്കിന് നികത്താതെ കിടക്കുകയാണ്. ഇപ്പോൾ റെയിൽവേ ഉൾപ്പെടെയുള്ള മേഖലയിൽ എന്തുകൊണ്ട് ഒഴിവുകൾ നികത്തുന്നില്ല എന്ന ഉദ്യോഗാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് ഇന്റേൺഷിപ്പും അതുപോലെ തന്നെ സ്റ്റൈപ്പൻഡൊക്കെ പ്രഖ്യാപിച്ച് ആ ഉദ്യോഗാർത്ഥികളോട് അങ്ങേയറ്റത്തെ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേയിൽ ഏതാണ്ട് 1200 കോടി രൂപ പരീക്ഷാ ഫീസായി പിരിക്കുന്ന നിലയുണ്ടായി. റെയിൽവേയിൽ നേരത്തെ അപേക്ഷ വിളിച്ചപ്പോൾ 1.25 കോടി ചെറുപ്പക്കാരാണ് അപേക്ഷ കൊടുത്തത്. അപേക്ഷാ ഫീസായിട്ട് 1200 കോടി പിരിച്ചു. അപ്പോൾ ആ രാജ്യത്തെ ഈ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ പിരിച്ചെടുത്ത കാശെങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. ചെറുപ്പക്കാർക്ക് ആ കാശെങ്കിലും കിട്ടിയാൽ വലിയ സഹായമാവും.